തെരഞ്ഞെടുപ്പ് ഫലം തിങ്കളാഴ്ച അറിയാം. കണക്കുകൂട്ടലുകളിൽ മുന്നണികൾ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് UDF. പ്രതീക്ഷ കൈവിടാതെ ഇടത് ക്യാമ്പ്. കൂടുതൽ താമരകൾ വിരിയുമെന്ന് BJP. വരുന്നു ഇരുട്ടടി. പെട്രോളിനും ഡീസലിനുമൊപ്പം പാചകവാതകത്തിനും വില കൂട്ടും. സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ. പെട്രോൾ ലിറ്ററിന് നഷ്ടം 20 രൂപയെന്ന് എണ്ണ കമ്പനികൾ. 5 രൂപ വരെ കൂട്ടിയേക്കാം. പാചകവാതക വില വർധനയ്ക്കെതിരെ സമരത്തിലേക്ക് ഹോട്ടൽ ഉടമകൾ. നടപടിയില്ലെങ്കിൽ ബുധനാഴ്ച ഹോട്ടലുകൾ അടച്ചിടും. അനിശ്ചിതകാല പണിമുടക്കിനും നീക്കം. മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തലകീഴാക്കി കെട്ടിത്തൂക്കി. സംഭവം പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിൽ. വാർഡനും പാചകത്തൊഴിലാളിയും കസ്റ്റഡിയിൽ. 500 രൂപ മോഷ്ടിച്ചതിന് വിരട്ടിയതെന്ന് വിശദീകരണം. ജീവനക്കാരുടെ വീഴ്ച സമ്മതിച്ച് മാനേജ്മെന്റ്. ആദിത്യന്റെ മരണത്തിന് പിന്നാലെ ബംഗളൂരുവിലെ BTL നഴ്സിംഗ് കോളേജിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. അധ്യാപകന്റെ പീഡനം കാരണം കൂടുതൽ കുട്ടികൾ പഠനം ഉപേക്ഷിച്ചെന്ന് സഹപാഠികൾ. മാനേജ്മെന്റിനോട് പരാതി പറഞ്ഞിട്ടും നടപടിയില്ല. കോളേജിനെതിരെ പോലീസിൽ പരാതി നൽകാൻ മാതാപിതാക്കൾ. VD സതീശനായി കണ്ണൂരിലും തൊടുപുഴയിലും ഫ്ലക്സുകൾ. ശ്രീകണ്ഠപുരം, കോട്ടൂർ വയലുയർന്ന ഫ്ലക്സിൽ നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന് വാചകം. പട നയിച്ചവൻ നാട് നയിക്കുമെന്ന് തൊടുപുഴ പട്ടയം കവലയിൽ ഫ്ലക്സ്. പട്ടാമ്പിയിൽ TP ഷാജിക്ക് അഭിവാദ്യമർപ്പിച്ച് ഫ്ലക്സ്. ചർച്ചയായി G സുധാകരന്റെ പ്രസംഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടിട്ടില്ലെന്നും അംഗത്വം പുതുക്കിയില്ല എന്നേ ഉള്ളൂവെന്നും സുധാകരൻ. ബഹുമാനപ്പെട്ട പിണറായി സഖാവെന്നും വിശേഷണം. ജനകീയ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ടും ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. 6 മാസം മുമ്പേ തുടങ്ങിയതാണ് ചർച്ച എന്നൊക്കെ ബഹുമാനായി പിണറായി സാഹു പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന കള്ളക്കണക്കുകളായിരിക്കില്ല. സ്വതന്ത്രനായി തന്നെ തുടരുമെന്നും സുധാകരൻ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ വേനൽ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചൂടിന് താൽക്കാലിക ശമനം. ഇത്തവണ കാലവർഷം നേരത്തെ എത്തിയേക്കും. ബംഗാളിൽ കേന്ദ്ര ജീവനക്കാരെ തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിച്ചതിൽ തെറ്റില്ലെന്ന് സുപ്രീം കോടതി. തൃണമൂലിന്റെ ഹർജി തള്ളി. 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടരുന്നു. ഇറാന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ തള്ളി ട്രംപ്. ചിതറിക്കിടക്കുന്ന നേതൃത്വത്തിന് കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് ട്രംപിന്റെ പരിഹാസം. 3ാം ഘട്ടത്തിൽ ഇറാൻ നിർദ്ദേശങ്ങൾ വെച്ചത് പാകിസ്ഥാൻ വഴി. യുദ്ധം അവസാനിപ്പിക്കലും ശാശ്വത സമാധാനവുമാണ് മുഖ്യ പരിഗണനയെന്ന് ഇറാൻ. ചർച്ചകളിൽ തീരുമാനമാകും വരെ യുറേനിയം ശേഖരം മാറ്റരുതെന്ന് അമേരിക്ക. യൂറോപ്യൻ യൂണിയന് മേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. യൂറോപ്പിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും പുതിയ താരിഫ് ഭീഷണി. നടപടി US-ഉമായുള്ള വ്യാപാര കരാർ പാലിക്കാത്തതിനാലെന്ന് ട്രംപ്. പെട്രോൾ ഡീസൽ വില ഉയരുമെന്ന സൂചന നൽകുകയാണ് കേന്ദ്ര സർക്കാർ. പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും ഗാർഹിക LPG സിലിണ്ടറിന് 40 രൂപ മുതൽ 50 രൂപ വരെയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സാഹചര്യത്തിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രതികരണം. 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ധനവില ഉയരുമെന്ന അഭ്യൂഹം നേരത്തെ ശക്തമായിരുന്നു. അഭ്യൂഹങ്ങൾ ആദ്യം തള്ളിയ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിലവർധന ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിന്നാൽ വിലവർധനയല്ലാതെ മറ്റ് പോംവഴികളില്ല. ക്രൂഡ് ഓയിൽ വില ബാരലിന് $70 ആയിരുന്നത് $120 പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച ശേഷം ശരാശരി $110 മുതൽ $116 ബാരലിന്. ആഗോള വിപണിയിൽ ബാരലിന് $10 ഉയരുമ്പോൾ രാജ്യത്ത് ലിറ്ററിന് 6 രൂപ വരെ ഇന്ധനവില വർദ്ധിക്കും. 2022 മെയ് മാസത്തിന് ശേഷം വില കൂടിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കേന്ദ്ര പെട്രോളിയം മന്ത്രി സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കി.
നയാര എനർജി, ഷെൽ ഇന്ത്യ അടക്കമുള്ള സ്വകാര്യ കമ്പനികൾ ഏപ്രിൽ 1 വില വർദ്ധിപ്പിച്ചിരുന്നു. പെട്രോളിന് 7 രൂപ 41 പൈസയും ഡീസലിന് 25 രൂപയും. ഏപ്രിൽ 1 ഇന്ത്യൻ ഓയിലും XP100 പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 11 രൂപ കൂട്ടിയിരുന്നു. വാണിജ്യ LPG സിലിണ്ടർ, 5 കിലോ LPG ചെറിയ സിലിണ്ടർ, വിമാന ഇന്ധനം ഇതിനെല്ലാം പല ഘട്ടങ്ങളിലായി വില കൂട്ടി. യുദ്ധം നീണ്ടുപോകുന്നതിനാൽ ഇന്ധനവില വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന സൂചനയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ധന വില വർധനവിൽ പ്രതിഷേധിച്ച് പണിമുടക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്തെ ഹോട്ടൽ ഉടമകൾ. വില വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഗ്യാസിന്റെ വില കൂട്ടിയതിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഹോട്ടൽ ഉടമകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ സാധനങ്ങളുടെ വില കൂട്ടേണ്ട അവസ്ഥയാണെന്നാണ് അവർ പറയുന്നത്. അതിലവർ നിർബന്ധിതരാകുകയാണ്. പ്രത്യേകിച്ച് ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു മിനിമം തുക എന്നതിനപ്പുറത്തേക്ക് കുറച്ചധികം കൂടുതൽ ഒരു ആഹാരത്തിന് ഈടാക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആളുകളും കസ്റ്റമേഴ്സും വരുന്നത് കുറയുമെന്നൊരു ആശങ്ക കൂടി ഇവർക്കുണ്ട്. നമുക്ക് ഹോട്ടൽ ഉടമകളോട് തന്നെയൊക്കെ ചോദിക്കാം. ഇപ്പോൾ ഗ്യാസിന്റെ പ്രതിസന്ധി വളരെ ബുദ്ധിമുട്ടിലാണ്. അതിനിടയിലാണ് 1000 രൂപയോളം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏത് വിധത്തിൽ നിങ്ങൾക്ക് പ്രതിസന്ധിയാകും? ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹോട്ടലുകാർക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിന്നിപ്പം പെട്ടെന്ന് നമുക്ക് ഫുഡിന് റേറ്റ് കൂട്ടാൻ പറ്റില്ല. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് കുറയും. പിന്നെ നമ്മുടെ റൂംസിൻ്റെ വാടക, പിന്നെ നമുക്ക് ഇത്ര സ്റ്റാഫുകളുണ്ട്, സ്റ്റാഫിൻ്റെ സാലറി, ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ റേറ്റ് കൂടുന്നതായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് നമ്മൾ അതായിട്ട് പൊരുത്തപ്പെട്ടു പോകണം. ഇത് ഒരിക്കലും അതായിട്ട് പൊരുത്തപ്പെടാനും പറ്റില്ല, നമുക്ക് റേറ്റ് കൂട്ടാനും പറ്റത്തില്ലാത്തൊരവസ്ഥ. 1000 രൂപ ഗ്യാസുകാർക്ക്, അങ്ങനെയുള്ള മുതലാളിമാർക്ക് പെട്ടെന്ന് റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇതിനെ നല്ല രീതിയിൽ ബാധിക്കുന്നത് നമ്മളെ ഹോട്ടൽ ജീവനക്കാർക്ക് മാത്രമാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ഇവിടെ എത്ര ഗ്യാസാണ് വേണ്ടത്? നമുക്ക് 8-9 ഗ്യാസ് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഒരു ഗ്യാസിന് 1000 രൂപ വീതം അവർ റേറ്റ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ 9 ഗ്യാസിന് 9000 രൂപയാണ് ഒറ്റയടിക്ക് നമുക്ക് നഷ്ടമായിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ ഗ്യാസിന്റെ പ്രതിസന്ധി നേരത്തെ ഉണ്ടായില്ലേ യുദ്ധവുമായി ബന്ധപ്പെട്ട്? അപ്പോൾ സാധനങ്ങളൊക്കെ വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നോ നിങ്ങൾ? ആ സാധനങ്ങളും വെട്ടിച്ചുരുക്കേണ്ട അവസ്ഥ വന്നു, ഐറ്റംസ് കുറവ് വന്നു. വരുന്ന കസ്റ്റമേഴ്സ് അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ ഇല്ലാഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു. കസ്റ്റമേഴ്സ് കുറഞ്ഞു. നല്ല രീതിയിൽ ഇപ്പോഴും ബാധിച്ചിട്ടുണ്ട് ആ ടൈമിലും. എന്തായാലും പ്രതിസന്ധിക്ക് മേൽ പ്രതിസന്ധി എന്നൊരു അവസ്ഥയിലേക്കാണ് ഹോട്ടൽ ഉടമകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 6-ാം തീയതി ഒരു പണിമുടക്ക് നടത്താനായി അവർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ ഒരു 1000 രൂപ വർദ്ധിപ്പിച്ച ഈ ഒരു നടപടി പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒപ്പം ഇവർക്ക് അനുയോജ്യമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്നൊരു ആവശ്യം കൂടിയാണ് ഹോട്ടൽ ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി 6-ാം തീയതിയുള്ള പണിമുടക്കിന് ശേഷം നടക്കുന്ന ചർച്ചയിൽ തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കൂടി ഇവർ ആലോചിക്കുന്നു എന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് ഹോട്ടൽ ഉടമകളെ മാത്രമല്ല സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഇപ്പോൾ ഗ്യാസിന്റെ വില ഉയർന്നപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. പാചകവാതക വില കൂട്ടുവാനുള്ള തീരുമാനത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹോട്ടലുകൾ അടയ്ക്കേണ്ടി വരുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ പറഞ്ഞു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുമെന്നാണ് അസോസിയേഷൻ പറയുന്നത്. കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. കാരണം നിലവിൽ അവർക്ക് ഈ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. നമുക്കൊപ്പം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ G. ജയപാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിലെ പ്രതിസന്ധി അത്രമേൽ രൂക്ഷമായി. കേരളത്തിലെ പൊതുസമൂഹത്തിനും ഭക്ഷണ വിതരണ മേഖലയ്ക്കും വലിയൊരു ഇരുട്ടടിയാണ് ഇന്ന് പെട്രോളിയം കമ്പനിക്കാരും കേന്ദ്ര ഗവൺമെൻറ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സിലിണ്ടറിന് 1000 രൂപ വില വർദ്ധിപ്പിക്കുക, അതും കഴിഞ്ഞ 2 മാസം കൊണ്ട് 400 രൂപ വില വർദ്ധിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഏതാണ്ട് 1500 രൂപയോളമാണ് നമുക്ക് വില വർധന വന്നിട്ടുള്ളത്. ഒരിക്കലും ഈ മേഖലയ്ക്ക് അത് തരണം ചെയ്യാൻ സാധിക്കില്ല. 1.5 മാസക്കാലമായിട്ട് പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഹോട്ടലുകളും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. തൊഴിലാളികളെ കിട്ടാനില്ല. എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സമയത്ത് ഈ 1600 രൂപയുടെ വില വർധന വന്നിരിക്കുന്നത്. 1000 രൂപ വില വർദ്ധിപ്പിക്കുമ്പോൾ സാധാരണ ഹോട്ടലുകാരന് പോലും ഏതാണ്ട് 3000 രൂപ ഒരു ദിവസം അധിക ചെലവാണ് വരുന്നത്. ഞങ്ങൾ സമരത്തിലേക്ക് നീങ്ങാതെ, സമരം എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയാം സമരം നടത്തിക്കൊണ്ടൊന്നും നേടാനല്ല, പക്ഷെ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുമുള്ള ഞങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവകാശം അത് ജനസമൂഹത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 6-ാം തീയതി നമ്മൾ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഹോട്ടലുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് ഞങ്ങൾ ധർണയ്ക്ക് പോകുന്നത്. പെട്രോളിയം കമ്പനികളുടെ മുമ്പിൽ
അന്ന് അതിശക്തമായ ധർണ നടത്തുകയും ഓരോ വർഷവും 13,000 14,000 കോടി രൂപ ലാഭമുണ്ടാക്കുന്ന പെട്രോളിയം കമ്പനികൾക്ക് വീണ്ടും അമിത ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഗ്യാസാണ് 85% ഉപയോഗിക്കുന്നത്. ഡൊമസ്റ്റിക് ഗ്യാസിൻ്റെ പാവഭാരം കൂടി അതിൻ്റെ ബാധ്യതകൾ കൂടി ഇവിടുത്തെ കൊമേഴ്സ്യൽ ഗ്യാസിൻ്റെ തലയിലിട്ട് കൊടുത്തുകൊണ്ട് ചെറുകിട ഭക്ഷണ വിതരണ മേഖലയെ നശിപ്പിക്കാനുള്ള ആ ശ്രമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാവും. സൂചനാ സമരമാണ്. പിന്നെ സൂചനാ സമരം കഴിഞ്ഞ പിന്നെ സമരത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഹോട്ടലുകൾ തുറന്ന് പ്രവർത്തിക്കാനൊരു സാഹചര്യമില്ലെങ്കിൽ ഓരോ ഹോട്ടലുകളായിട്ട് അടച്ചിട്ട് പോകും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായിട്ട് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ കൂട്ടിയ 1000 രൂപ അടിയന്തരമായിട്ട് പിൻവലിക്കണം. ഈ ഇലക്ഷൻ സമയത്ത് എന്താണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പാചകവാതകത്തിനൊരു ക്ഷാമവുമില്ല, ക്രൂഡ് ഓയിലിനൊരു ക്ഷാമവുമില്ല. ഇലക്ഷൻ സമയത്ത് ഇതൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടൻ തന്നെ വോട്ട് ചെയ്ത ഞങ്ങൾക്കെതിരെ ഈ രീതിയിൽ ഒരു വലിയ ധൂമകേതു ഞങ്ങൾക്കെതിരെടുത്ത് പ്രയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനങ്ങളില്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിൽ നിന്ന് അടിയന്തരമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിയണം. മറ്റു വാർത്തകൾ കൂടി നോക്കാം. മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കി. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് ഈ സംഭവം. പരാതിയെ തുടർന്ന് പുനലൂർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളിയുടെ 500 രൂപ മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് സഹോദരങ്ങളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഫാനിൽ കെട്ടിത്തൂക്കിയത്. സംഭവത്തിൽ വീഴ്ച സമ്മതിച്ച് സ്കൂൾ മാനേജ്മെന്റ് ന്യൂസ് 18നോട് പ്രതികരിക്കുകയുണ്ടായി. ജീവനക്കാരുടെ വീഴ്ചയാണെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വിശദീകരണം. ജീവനക്കാരനായ ലൈജു കുട്ടിയെ വിരട്ടിയതാണെന്നും ഇയാൾ സ്ഥിരം മദ്യപാനിയാണെന്നും മാനേജ്മെന്റ് സമ്മതിച്ചു. പ്രതികരണം: അത് അവിടെ ഒരു സ്റ്റാഫിന്റെ പ്രശ്നമായിരുന്നു. സ്റ്റാഫിന്റെ പ്രശ്നമാണോ? ആ, ഈ കുട്ടി എങ്ങനെ കെട്ടി തൂക്കിയ? അയാള് കെട്ടി തൂക്കിയില്ല. അയാള് ചുമ്മാ ഒരു 500 രൂപ എങ്ങാണ്ട് പുള്ളിയുടെ പിള്ളേരെടുത്ത് പുള്ളി വിരട്ടിയത്. അപ്പൊ നമ്മൾ അവിടുന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. ഇന്നലെ നീ അവിടുന്ന് പോകേണ്ട ആളായിരുന്നു. അപ്പൊ ഇച്ചിരി ഇദ്ദേഹത്തെ അപ്പൊ ഇദ്ദേഹം വീട് താമസമില്ലാത്തതുകൊണ്ട് വീട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരാഴ്ച കൊണ്ട് ചോദിച്ചത്. അങ്ങനെ അവിടെ നിന്നത്. അയാളെ സ്ഥാപനത്തിൽ നിന്ന് പുള്ളിയുടെ ഇത് കഴിഞ്ഞായിരുന്നു. എന്താ അയാളുടെ പേരെന്താ? അദ്ദേഹത്തിന്റെ പേര് ലൈജു. ഇത് ആരാ സംസാരിക്കുന്നേ? ഇത് ഞാൻ സ്ഥാപനത്തിന്റെ ഓണറാണ്. ഓണറാണോ? ശരി ശരി. അപ്പൊ ഇയാള് നമ്മൾ പറഞ്ഞു വിടുന്ന കാര്യം എന്താ? ഇയാൾക്ക് ഇച്ചിരി മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പൊ മുമ്പോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാളെ പറഞ്ഞു വിടേണ്ട വിഷമമൊക്കെ കാണും. നമ്മളോടുള്ള ഒരു വൈരാഗ്യം കാണിച്ചതുകൂടായിരിക്കട്ടെ. ഓഹോ, കെട്ടി തൂക്കാൻ നോക്കിയല്ലേ? കെട്ടി തൂക്കിയിട്ടില്ല. അല്ല, ഇയാള് വരട്ടാൻ നോക്കിയതാ പിള്ളേരെ. ഓ, ഈ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ്. മോഷണം നടന്നിട്ടില്ലെന്ന് സഹജീവനക്കാരനായ പ്രിൻസും പറയുന്നു. പാചക തൊഴിലാളിയായ ലൈജുവിനെ 30-ാം തീയതി ദുർനടപ്പിനെ തുടർന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയതാണ്. അതിലുള്ള വൈരാഗ്യമാണ് കുട്ടികളെ വിളിച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാക്കിയതിന് പിന്നിലെന്നാണ് പ്രിൻസ് പറയുന്നത്. ലൈജു എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് അവിടെ കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇച്ചിരി മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അയാളെ ഈ വെക്കേഷൻ അപ്പോൾ നമ്മൾ മാറ്റാനൊക്കെ ഉണ്ടെന്ന നിലയിൽ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടുത്തെ ഇൻചാർജായിരുന്നു കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ. അപ്പം 30-ാം തീയതി അദ്ദേഹം രാവിലെ അവിടെ നിന്ന് പോകേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുവിട്ട പാസ്റ്ററും അവരുടെ കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ഇപ്പോൾ താമസിക്കാൻ വീടില്ല, അവരുടെ ആരുടെ ഒരു വീട് റിപ്പയർ ചെയ്യുകയാണ്, അതുകൊണ്ടൊരു 10-15 ദിവസം കൂടെ അവിടെ താമസിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ഇവൻ താമസിക്കും. അപ്പം ഇവൻ്റെ ആ ജോലിയിൽ നിന്ന് ഇവൻ ഓൾറെഡി ഔട്ടാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷേ ഇവന് ഈ ജോലിയിൽ നിന്ന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. അവന് ഈ പിള്ളേരെ വിളിച്ച് ഒരു കുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ 500 രൂപ കാണാതെ പോയെന്നും പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയും വിരട്ടാൻ വേണ്ടി കാലെ കെട്ടി എന്നാണ് പറയുന്നത്. അപ്പം വൈകിട്ട് 6:45 ഈ കാര്യം സംഭവിച്ചെങ്കിലും പിള്ളേർ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. അവിടുത്തെ സ്റ്റാഫിനോടോ എന്നോടോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് അവിടെ സംഭവിക്കുകയോ പിള്ളേരെ കരച്ചിൽ കേൾക്കുകയോ ഒന്നും ചെയ്തില്ല. കൂടെയുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ വിരട്ടിയെന്നാണ് ആ പിള്ളേർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് കുട്ടികളെ അവധിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അപ്പൻ വന്നു. ഈ സംഭവം കഴിഞ്ഞ് പിള്ളേർ ഫുഡൊക്കെ കഴിച്ചു. വൈകിട്ടത്തെ ഫുഡ് 7 മണിക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് 7 മണി കഴിഞ്ഞപ്പോഴും അപ്പം വന്നു. അപ്പൻ്റെ കൂടെ പോയി. അവിടെ ഇരുന്ന സ്റ്റാഫൊന്നും ഈ കാര്യങ്ങൾ ഇങ്ങനെ വിവരപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞാണ് ഈ വിവരം ഇങ്ങനെ കേസായെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇന്നതുപോലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു. സ്കൂളിലെ ജീവനക്കാരനായ പ്രിൻസിന്റെ പ്രതികരണമാണ് ഇത്. അതേസമയം സ്കൂൾ മാനേജ്മെന്റിനെതിരെ കുട്ടിയുടെ അമ്മാവൻ രാജൻ പ്രതികരിക്കുകയുണ്ടായി. ചാച്ച, ഹോസ്റ്റലിൽ ഒരു പ്രശ്നം നടന്നു. അവിടെ പാചകത്തിന് നിൽക്കുന്ന ഒരു ചേട്ടൻ്റെ 500 രൂപ മിസ്സായി.
അത് എൻ്റെ ഇളയ മോനെ എടുത്തത് ക്ലീറ്റസ് എന്നാണ് അവൻ്റെ പേര്. അവനെ എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് ഈ പുള്ളി ഒത്തിരി അയാളെ ഉപദ്രവിച്ചു. അവിടുന്ന് ഇവർ കിടക്കുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് കാലി കയറ് കെട്ടി ഫാനിൻ്റെ ഹുക്കിനകത്തിട്ടിട്ട് തൂക്കി പകുതി മേളിൽ പിടിച്ചു നിർത്തിയിട്ട് അവനെ ഒത്തിരി അടിച്ചിട്ട് പറഞ്ഞു നീ സത്യം പറയാമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു അങ്ങനെ ചെയ്തിട്ടില്ല. അവൻ കരഞ്ഞു പറഞ്ഞിട്ട് ഇവർ കേട്ടില്ല. പകുതിക്ക് കൊണ്ടിട്ട് നേരെ കുഞ്ഞിനെ താഴ്ത്തിട്ടു. കൊച്ചിൻ്റെ ദേഹത്ത് കാലി കെട്ടി കയറിൻ്റെ പാടുണ്ടായിരുന്നു, പിന്നെ പുറത്ത് പാടുണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ അടിച്ച പാടുണ്ട്. ഒരു കുട്ടി അവനെയുള്ള അന്ന് ഉപദ്രവിച്ചത്. ഇതിന് നേരത്തെ ഇവരെ രണ്ടുപേരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾക്ക് കാലെ പിടിക്കും എടുത്ത് എറിയുക, അതൊന്നും ഇവർ പറയാൻ പറ്റത്തില്ല. ഹോസ്റ്റലിലോട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഇവരെ കൊണ്ട് പറയിപ്പിക്കത്തില്ല. പറഞ്ഞാലും ഇവർ പറഞ്ഞു നീയൊക്കെ പോയിട്ട് ഇനി വാ, അന്നേരം ബാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പം ഈ സംഭവം ചെയ്തിട്ടും ഈ പുള്ളി പറഞ്ഞു നീ വീട്ടിൽ ചെന്ന് നിൻ്റെ അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞാലും നിൻ്റെ അച്ഛനമ്മയൊന്നും എന്നെ ഒന്നും ചെയ്യത്തില്ല, നിങ്ങൾ പോയിട്ട് ഞാൻ തിരിച്ചു വരത്തില്ല, ഇതിൻ്റെ ബാക്കി അന്നേരം ഞാൻ തരാമെന്നാണ് പറഞ്ഞു. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. മോഷണക്കുറ്റം ആരോപിച്ച് കുട്ടിയെ ഫാനിൽ തലകീഴായി കെട്ടിത്തൂക്കുകയായിരുന്നു. സ്കൂളിലെ ജീവനക്കാരനായ ലൈജു ആണ് ഇത് ചെയ്തത്. ലൈജുവിനെതിരെ സ്കൂൾ മാനേജ്മെന്റും അവിടുത്തെ മറ്റ് ജീവനക്കാരും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, ഇപ്പോൾ ഇതിലെ വിശദീകരണം എന്ന് പറയുന്നത് ഈ ലൈജു എന്ന് പറഞ്ഞയാൾക്ക് സ്കൂളിലെ ജോലി നഷ്ടപ്പെട്ടതാണ്, സ്ഥിരം മദ്യപാനിയാണ്. അപ്പോൾ മാനേജ്മെന്റിനെ കൂടി മോശമാക്കുന്നതിന് വേണ്ടി ഈ കുട്ടിയുടെ മേൽ മോഷണക്കുറ്റം ആരോപിച്ച് തലകീഴായി കെട്ടിത്തൂക്കി എന്നാണല്ലോ. മാനേജ്മെന്റിന്റെ ഈ വിശദീകരണം ശരിയാണോ? സത്യം പറഞ്ഞാൽ മൂന്നാം മുറയ്ക്കും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിശേഷിപ്പിക്കേണ്ട നിലയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. മാനേജ്മെന്റ് അവരുടെ ഭാഗം ന്യായീകരിക്കുന്നതിനായി നടത്തിയ വാദപ്രതിവാദങ്ങളെന്ന് മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 30-ാം തീയതി ഇദ്ദേഹത്തെ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മാവൻ പറയുന്ന ഒരു വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മുൻപും ഈ കുട്ടികളെ മർദ്ദിച്ചിട്ടുണ്ട്. ഒരു കുട്ടിയുടെ ചെള്ളയ്ക്ക് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അടിച്ചിട്ടുണ്ട് എന്ന് നിലയിലുള്ള ഒരു പ്രതികരണം നമ്മുടെ മുമ്പിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഈ സ്കൂളിൽ, ഈ ഹോസ്റ്റലിൽ പതിവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. ഇപ്പോൾ പാചകത്തൊഴിലാളിയുടെ ഒരു 500 രൂപ നഷ്ടമായി, അത് ഒരു മോഷ്ടിക്കപ്പെട്ടു എന്ന നിലയിലാണ് ഇവരിത് ചിത്രീകരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ 2 കുട്ടികളെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അവരുടെ രക്ഷാകർത്താക്കളുടെ അടുത്ത് പറയാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കാം. അതിലുപരി മൂന്നാം മുറയെ വെല്ലുന്ന നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ട് അതിനെ ന്യായീകരിക്കുന്ന നിലയിലാണ് ഇപ്പം മാനേജ്മെന്റ് സംസാരിക്കുന്നത്. അപ്പോൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ആളുകൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെയൊരു സംഭവം അവിടെ നടന്നതായിട്ടുള്ള ആരോപണമുണ്ട്, അവിടെ ആ കുട്ടികളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരം മാനേജ്മെന്റ് അറിഞ്ഞിരുന്നു അല്ലേ? അല്ല, അറിഞ്ഞിരുന്നു എന്ന് തന്നെയാണല്ലോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നത്. അത് അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നു, പക്ഷെ അത് അത്തരത്തിലുള്ള വലിയ സംഭവമല്ല, ഞങ്ങളുടെ അടുത്ത് പരാതി പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കൃത്യം നടത്തിയാളെ സംരക്ഷിക്കുന്ന നിലയിലാണ് അവരെ എന്നുള്ളത് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന നിലയിലേ ഉള്ളൂ കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ ഈ ബന്ധുക്കളുടെ പരാതി അനുസരിച്ച് ആ കയറിൽ കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞപ്പോൾ പോലീസ് അവിടെ ദ്രുതഗതിയിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ ആ കയർ കണ്ടെടുക്കുകയും പ്രതിയുമായി ഇന്ന് അവിടെ അന്വേഷണം എത്തുകയും അവിടെ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തുകയൊക്കെയുള്ള ഒരു വലിയ സംഭവം ഉണ്ടായി. അത് മാനേജ്മെന്റ് എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും കയറിൽ കെട്ടിത്തൂക്കി എന്ന് പറയുമ്പോൾ കയറ് കണ്ടെത്തുകയും അവിടെ അന്വേഷണത്തിന് നടത്തുകയും ചെയ്തപ്പോൾ അതിനകത്ത് സ്കൂൾ അധികൃതർ നടത്തുന്ന ആ ഒരു അഭിപ്രായ പ്രകടനം അവരുടെ ജീവനക്കാരെ സംരക്ഷിക്കാൻ എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അല്ല, ഈ പറയുന്ന ലൈജു എന്നയാളെ അവിടെ നിന്ന് പുറത്താക്കിയതാണ് എന്നൊക്കെ സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അങ്ങനെ സംഭവം ഉണ്ടായതാണോ? അല്ല, ഔദ്യോഗിക രേഖകളിലൊന്നും ഇദ്ദേഹത്തെ പുറത്താക്കിയതായിട്ട് നമുക്ക് കാണാൻ. അങ്ങനെ നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഔദ്യോഗികമായിട്ട് ഇദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ജീവനക്കാരെ എടുക്കുമ്പോൾ അതിനൊരു രേഖയുണ്ടാവും, ശമ്പളം കൊടുക്കുമ്പോൾ രേഖയുണ്ടാവും, പുറത്താക്കുമ്പോൾ രേഖയുണ്ടാവും. അത്തരത്തിൽ ഒരു രേഖയും അവർക്ക് ഹാജരാക്കാൻ സാധിക്കും. നമ്മുടെ ന്യൂസ് 8ന്റെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ നേരിട്ട് അവരോട് സംസാരിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അത്തരത്തിൽ ഒരു രേഖകൾ ഒരു സ്ഥാപനത്തിൽ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഏതൊരു ജീവനക്കാരനെ എടുത്താലും എടുക്കുന്നതിനും ശമ്പളം കൊടുക്കുന്നതിനും എല്ലാം കൃത്യമായ രേഖ ഉണ്ടാവല്ലോ. അങ്ങനെയാണെങ്കിൽ പുറത്താക്കിയതിനും രേഖ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഒരു രേഖയും അവർക്ക് ഹാജരാക്കാൻ പറ്റുന്നില്ല. അവർ ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഈ മാനേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അത് മാത്രമല്ല, ഈ കുട്ടിയുടെ അമ്മാവൻ നമ്മളോട് പ്രതികരിച്ചത് നമുക്ക് മനസ്സിലാക്കുന്നത് അർബാനയിൽ ഈ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്ന
കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന നിലപാട് ഉൾപ്പെടെ അവിടെ നടത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കുട്ടികളെ കൊണ്ട് അവിടെ ബാലവേല ഉൾപ്പെടെ ചെയ്യിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിദഗ്ധമായ ഒരു അന്വേഷണം നടത്തേണ്ട സാഹചര്യം ആ സ്ഥാപനത്തിനെതിരെ ഉണ്ട്. കാര്യം ഒരു സാധാരണക്കാരന്റെ ദുർബല വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കുട്ടികളെയാണ് ഇത്തരം പോസ്റ്റുകളിൽ നിർത്തി പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സംഭവത്തിന് ഇരയായ ആ കുട്ടിയുടെ തന്നെ അവർക്ക് 4 മക്കളാണുള്ളത്. അമ്മയ്ക്കും അച്ഛനും ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണ്. ജീവിക്കാൻ മറ്റ് മാർഗമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടികളെ ആ ഹോസ്റ്റലിൽ നിർത്തി സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അവർ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ദുർബല വിഭാഗത്തിൽ നിന്നും മറ്റ് യാതൊരു സഹായവും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ വളർന്ന കുട്ടികളെ തന്റെ മക്കളെ പഠിപ്പിച്ച് വലുതാക്കണം എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി ഒരു രക്ഷകർത്താക്കൾ ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിക്കുമ്പോൾ അവരെ ത്തിൽ ചൂഷണം ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചത് യാതൊരു സാഹചര്യത്തിലും ന്യായീകരിക്കാൻ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടർ ബോർഡിംഗ് സ്കൂൾ, ആ സ്കൂളിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത് അല്ലേ? അതെ, ആ സ്കൂളിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണ്. അതൊരു ക്രിസ്ത്യൻ മിഷണറിയുടെ ഭാഗമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കുട്ടികളുണ്ട്. അവർക്കെല്ലാം ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാണെന്നാണ് നമുക്ക് പക്ഷെ അത് ആരും പറയുന്നില്ലെങ്കിലും അത്തരത്തിൽ ഈ ബാലവേല ഉൾപ്പെടെയുള്ള ജോലികൾ അവിടെ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊരു പ്രത്യേക ചട്ടക്കൂടിൽ നിൽക്കുന്നതായതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പുനലൂർ മേഖലയിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ സംഭവം നടന്നപ്പോഴാണ് ഞാൻ പോലും ഇങ്ങനെ ഒരു സ്കൂൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. കാരണം പുനലൂർ പട്ടണത്തിൽ നിന്നും വെട്ടിത്തിട്ട എന്ന് പറഞ്ഞ ടൗണിൽ നിന്നും കുരിയോട്ടുമല എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന ഒരു റൂറൽ ഏരിയയിൽ ഒരു ഉൾവശത്തായിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റും ഒരു മിഷണറിയുടെ ഭാഗമായിട്ട് ആൾക്കാരെ കുട്ടികളെ കൊണ്ട് പാർപ്പിക്കുന്നു എന്നല്ലാതെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല. ഇത് നിലവിൽ നമ്മൾ പ്രിൻസ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ മാനേജ്മെന്റ് എന്ന ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ട് നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ ഇപ്പം കാണിച്ചത്. കൂടുതൽ നമ്മൾ വെബ്സൈറ്റിൽ കാണുന്ന കൂടുതൽ വിവരങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് അരുണ് നമ്മളോട് പങ്കുവച്ചിരുന്നെങ്കിലും ഇത്തരത്തിൽ സ്ഥാപനങ്ങൾ ഉണ്ടോ എന്നും പോലും സംശയം തോന്നുന്ന നിലയിലാണ് ഇതിന്റെ പ്രവർത്തന രീതി. നമുക്കൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു വിദഗ്ധമായ അന്വേഷണം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ നിലവിലുണ്ട്. അത്തരത്തിൽ വളരെ മൃഗീയവും പൈശാചികവുമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് ഒരു സംശയമില്ല. മനോജ് പറഞ്ഞത് ശരിയാണ്. അവിടെ ഒരു കുട്ടിയെ ഫാനിൽ കെട്ടിത്തൂക്കി ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ട് 500 രൂപ മോഷ്ടിച്ചു എന്നതാണ്. പക്ഷേ മോഷ്ടിച്ചതായിട്ട് ഒരു തെളിവുമില്ല. അത് മാത്രമല്ല അവിടെ മാനേജ്മെന്റ് തന്നെ പറയുകയാണ് ആ ജീവനക്കാരൻ വെറുതെ അങ്ങനെ ഒരു കഥ മെനഞ്ഞതാണ്. ആ ജീവനക്കാരനെ ആ ബോർഡിംഗ് സ്കൂളിലെ പാചക തൊഴിലാളി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ്. അതിലുള്ള വൈരാഗ്യം കാരണമാണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നത്. ആ കുട്ടിയെ മനഃപൂർവ്വം ഇങ്ങനെ ഫാനിൽ കെട്ടിത്തൂക്കി പീഡിപ്പിച്ചു എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റും പറയുന്നത്. പക്ഷേ അതിലൊക്കെ സംശയം നിലനിൽക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ അവസാനവട്ട കണക്കുകൂട്ടലുകളിലും പ്രതീക്ഷയിലുമാണ് മുന്നണികൾ. ചുരുങ്ങിയത് 75 സീറ്റെങ്കിലും നേടി ഭരണത്തിൽ തുടരുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇടതുമുന്നണിക്കുള്ളത്. 80-ൽ കുറയാത്ത സീറ്റ് പ്രതീക്ഷിക്കുന്ന UDF തരംഗമുണ്ടായാൽ അത് 100-നടുത്തെത്തുമെന്നും പ്രതീക്ഷിക്കുകയാണ്. വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പൂർത്തിയാക്കിയിട്ടുണ്ട്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അവസാനവട്ട കണക്കുകൂട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അടിയൊഴുക്കുകൾ ഒരുപാട് ഉണ്ടാകുമല്ലോ, അതും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ രണ്ട് മുന്നണികളും ഒപ്പം NDAയും. ഇടത് വലത് മുന്നണികൾ ഭരണം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുമ്പോഴും ആശങ്ക രണ്ട് കൂട്ടർക്കും ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വസ്തുതയും അതുതന്നെയാണ്. ഇടതുമുന്നണി സാധാരണഗതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം നേടി ഭരണത്തുടർച്ചയായിരുന്നു. അതായത് 99 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ ലഭിച്ചത്. അൻവർ പോയപ്പോൾ 98ആയി. അങ്ങനെയെങ്കിൽ 99, 100 സീറ്റ് നേടിയ അധികാരം. ഇതാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവകാശപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് 74, 75. മുഖ്യമന്ത്രി സർവേകൾക്കപ്പുറത്തേക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിർദ്ദേശപ്രകാരം ഒരു പ്രത്യേക സർവേ നടന്നിരുന്നു. അതിലും 74-ന് മുകളിൽ സീറ്റ് എന്നൊരു കണക്കുണ്ട്. അതാണ് പിണറായി വിജയൻ ഇപ്പോഴും ഈ വിജയപ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ മറ്റു നേതാക്കൾക്ക് അത്രയധികം പ്രതീക്ഷയില്ല. എങ്കിലും മുഖ്യമന്ത്രി വിജയം ഉറപ്പെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാകുമെന്ന് അവരും കരുതുന്നു, ആഗ്രഹിക്കുന്നു. UDF ആകട്ടെ 100 സീറ്റ്
മുകളിലേക്ക് ഒരു വിജയമെന്ന ഒരു പ്രഖ്യാപനമാണ് ആദ്യഘട്ടങ്ങളിൽ അവകാശവാദം നടത്തി. പക്ഷേ ഇപ്പോൾ അത് 80 സീറ്റെങ്കിലും നേടി അധികാരത്തിലെത്തുമെന്നതിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. തരംഗമുണ്ടായാൽ 90-ന് മുകളിലേക്ക് 100-നടുത്തെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ക്യാമ്പിലും വലിയ ആശങ്കയുണ്ട്. എവിടെയൊക്കെയാണ് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് വോട്ടുകൾ പോയിട്ടുള്ളത്, BJP എവിടെയൊക്കെ വോട്ട് പിടിക്കും, എത്ര വോട്ട് പിടിക്കും, അത് ആരുടെ വോട്ട്, ഭരണവിരുദ്ധ വികാരം വിഭജിച്ചു പോകുമോ, സർക്കാർ വിരുദ്ധ വികാരം രണ്ടായി പോകുമോ ആശങ്ക കോൺഗ്രസിനുമുണ്ട്. BJP ആകട്ടെ അവർക്ക് 3 സീറ്റെങ്കിലും ലഭിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ്. ചില സർവേകൾ പ്രകാരം അത് ഇരട്ട കടന്നാലും അതിശയപ്പെടാനില്ല എന്ന സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. തിരുവനന്തപുരത്ത് കഴക്കൂട്ടവും നേമവും BJP ഉറപ്പിക്കുന്നു. വട്ടിയൂർക്കാവിൽ ശക്തമായ പോരാട്ടമുണ്ട്. ചാത്തന്നൂരും തൃശ്ശൂരും അവർക്ക് വലിയ പ്രതീക്ഷയാണ്. മഞ്ചേശ്വരം പ്രതീക്ഷയാണ്. പാലക്കാട് വിജയിച്ചു വരാം, ശക്തമായ ത്രികോണ പോരാട്ടത്തിനുണ്ട്, വിജയിച്ചു കയറാമെന്ന് കരുതുന്നു. അങ്ങനെ BJPക്കും വലിയ പ്രതീക്ഷയുണ്ട്. ആശങ്കയില്ലാതെ തെരഞ്ഞെടുപ്പിൽ നേടാവുന്ന BJPക്ക് മാത്രമാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു സീറ്റും അവർക്കില്ല. അതുകൊണ്ട് ഒരു സീറ്റ് ലഭിച്ചാൽ പോലും BJPക്ക് അതൊരു നേട്ടമായി എടുത്തുകാട്ടാം. വോട്ടിംഗ് ശതമാനം ഉയർത്തിയാൽ മതി. പക്ഷേ ഇടത് വലത് മുന്നണികൾക്കിത് ജീവൻ മരണ പോരാട്ടമാണ്. വലിയ ആത്മവിശ്വാസം പുറമെ പ്രകടിപ്പിക്കുമ്പോഴും രണ്ട് മുന്നണികൾക്കും കടുത്ത ആശങ്കയുണ്ട് എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങളും പൂർണ്ണമായിരിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12:30 മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും പൂർണ്ണമാണ്. മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണ് കേരളത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ലത്തീൻ സമുദായവുമായുള്ള ബന്ധം എറണാകുളം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിജയത്തിലെ പ്രധാന ഘടകമാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. കൊച്ചി മണ്ഡലത്തിൽ സഭ ആവശ്യപ്പെട്ട രീതിയിൽ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും വൈപ്പിനിൽ സഭയ്ക്ക് അനുകൂലമായി നിൽക്കാൻ കഴിഞ്ഞു. സഭാ നേതൃത്വത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഒരു സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ട് നടത്തിയ നീക്കങ്ങൾ തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഇടതുപക്ഷം. എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് എറണാകുളം മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ തൊട്ട് സമീപത്തുള്ള മറ്റ് മണ്ഡലങ്ങളിലുമെല്ലാം ലത്തീൻ സമുദായത്തിന് വലിയ രീതിയിൽ മേധാവിത്വമുള്ള ഭൂരിപക്ഷമുള്ള മേഖലകളുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഒരു പരീക്ഷണം എന്ന രീതിയിലേക്കാണ് അങ്ങനെയൊരു നയതന്ത്രമാണ് ഇത്തവണ UDF പരീക്ഷിച്ചത്. പ്രത്യേകിച്ച് വൈപ്പിൻ മണ്ഡലത്തിൽ ഇത് പ്രാവർത്തികമാക്കാനായിട്ടുള്ളൊരു വലിയ ശ്രമം നടന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലത്തീൻ സമുദായാംഗമായ ടോണി ചമ്മണി അവിടെ മത്സരിക്കാനായിട്ട് നിയോഗിച്ചത്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടെ കൊച്ചി മണ്ഡലത്തിൽ അവിടെ ലത്തീൻ സമുദായാംഗം എന്ന് മാത്രമല്ല കൊച്ചി രൂപതാംഗം തന്നെ വേണമെന്ന രീതിയിലുള്ള ഒരു പിടിവാശി അവിടെ കൊച്ചി രൂപത ഉയർത്തിയിരുന്നു. എന്നാൽ അവിടേക്ക് മുഹമ്മദ് ഷിയാസിനെയാണ്, DCC പ്രസിഡന്റിനെയാണ് മത്സരിക്കാനായിട്ട് നിയോഗിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സഭയിൽ നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു. ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ തങ്ങൾ അർഹമായ ഒരു പ്രാതിനിധ്യം ലത്തീൻ സമുദായത്തിന് നൽകിയിട്ടുണ്ട് എന്ന രീതിയിലേക്ക് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം തന്നെ സഭയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. വൈപ്പിൻ എന്ന് പറയുന്നത് വരാപ്പുഴ അതിരൂപതയുടെയും കോട്ടപ്പുറം രൂപതയുടെയും ഭാഗങ്ങൾ പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെ ആദ്യമായാണ് ലത്തീൻ സമുദായാംഗത്തെ മത്സരിക്കാനായിട്ട് UDF നിയോഗിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെ ആ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ഒരു മേധാവിത്വത്തോടെ മുന്നോട്ട് വരാൻ കഴിയും. കോൺഗ്രസിൻ്റെ തനത് വോട്ടുകളും ഒപ്പം ഇങ്ങനെയൊരു സമുദായാംഗങ്ങളുടെ കൂടി പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അവിടെ തങ്ങൾക്ക് ആ മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ കഴിയുമെന്ന് തന്നെയാണ് UDF വിലയിരുത്തുന്നത്. നേരത്തെ അവിടെ ഈഴവ ധീവര സമുദായാംഗങ്ങളെയാണ് കൂടുതലായും തന്നെ പരിഗണിച്ചിരുന്നത്. ഇതാദ്യമായാണ് ഈ രീതിയിലുള്ള ഒരു ചേരുവയിലേക്ക് പരീക്ഷണം പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ കൊച്ചിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സഭയെ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. കൊച്ചി രൂപതയ്ക്ക് പുറത്ത്, കൊച്ചി രൂപത എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1,35,000-ഓളം വോട്ടർമാർ അവിടെ ലത്തീൻ സമുദായാംഗങ്ങളുടേത് മാത്രമായിട്ടുണ്ട്. അത് കൊച്ചി രൂപതയും ഒപ്പം തന്നെ ആലപ്പുഴ രൂപതയും കൂടി ആ സ്ഥലം പങ്കിടുന്നൊരു പ്രദേശമാണ് കൊച്ചി മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി രൂപതയോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമാക്കുകയും അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ മറ്റൊരിടത്ത് ലത്തീൻ സമുദായത്തെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും പരിഗണന നൽകുക, ഉൾക്കൊള്ളുക എന്ന രീതിയാണ് UDF സ്വീകരിച്ചിട്ടുള്ളതെന്നും അങ്ങനെ ലത്തീൻ സഭയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ളൊരു ശ്രമവുമാണ് ഇത്തവണ UDF ചെയ്തിട്ടുള്ളത്. ആ നീക്കം വിജയിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് കൊച്ചിക്കൊപ്പം തന്നെയും വൈപ്പിനിലും വിജയം നേടാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇങ്ങനെയൊരു കൺസോളിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് കൂടി ഉപകാരപ്പെടും. മറ്റ് സമുദായാംഗങ്ങൾ അത് ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുകയും ഈ മണ്ഡലങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വീണ്ടും നിലയുറപ്പിക്കുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്.
UDF ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മലപ്പുറം ജില്ലയിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ 3 മണ്ഡലങ്ങളിലാണ്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യമായ പൊന്നാനിയും ഇതുവരെ ഇടതുപക്ഷത്തിനൊപ്പം മാത്രം നിന്ന തവനൂരും മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തിരൂരും. ഇവിടെയെല്ലാം നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. തിരൂർ നിലനിർത്തുമെന്നും തവനൂരും പൊന്നാനിയും പിടിച്ചെടുക്കുമെന്നുമാണ് UDFന്റെ പ്രതീക്ഷ. മലപ്പുറം ജില്ലയിൽ UDF 16-16 തൂത്തുവാരുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ LDFന് പ്രതീക്ഷയുള്ള 3 മണ്ഡലങ്ങളാണുള്ളത്. പൊന്നാനിയും തവനൂരും പിന്നെ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന തിരൂരും. പൊന്നാനി കാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണ്. പക്ഷേ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച ചില പ്രശ്നങ്ങൾ, അതായത് TM സിദ്ദീഖിനെ ഒഴിവാക്കി പകരം MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഇടതുപക്ഷത്തിന്റെ തീരദേശ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരുടെ വലിയ ഒരു എതിർപ്പ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ എതിർപ്പ് എങ്ങനെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, പ്രതിഫലിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിയേണ്ടത്. MK സക്കീറിന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിയുന്നതുകൊണ്ട് ഒരു ഭാഗത്തിന്റെ, അതായത് തീരദേശ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വോട്ട് ലഭിച്ചില്ലെങ്കിൽ പോലും ആ പ്രശ്നം മറികടക്കാൻ മറ്റ് ഇടങ്ങളിലെ വോട്ടുകൾ സാധിക്കുമെന്നാണ് ഇടതുപക്ഷത്തിന് കണക്കൂട്ടൽ. UDFന്റെ കോട്ടകളിൽ നിന്ന് പോലും MK സക്കീറിന് അനുകൂലമായിട്ട് വോട്ട് വന്നേക്കാമെന്ന പ്രതീക്ഷയും അവർക്കുണ്ട്. എന്നാണെങ്കിലും 5000-നും മുകളിൽ ഒരു ഭൂരിപക്ഷമാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 17,000-ന് മുകളിലായിരുന്നതാണ് ഇത്തവണ ആ ഒരു മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ UDF അവിടെ ഇടതുപക്ഷത്തിലെ ഈ ഒരു അന്തഛിദ്രം അത് മുതലാക്കാമെന്ന കണക്കൂട്ടൽ തന്നെയാണ്. മാത്രമല്ല KP നൗഷാദ് അലി കഴിഞ്ഞ 2 വർഷത്തിലേറെ കാലമായി അവിടെ നിന്ന് പ്രവർത്തിച്ചതിന്റെ നേട്ടം ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. 3000-ൽ താഴെ ഒരു ഭൂരിപക്ഷത്തിന് വിജയിക്കാനാകും, ഒരു അട്ടിമറി നടത്താനാകുമെന്നാണ് പൊന്നാനിയിൽ UDFന്റെ കണക്കൂട്ടൽ. തവനൂരിലേക്ക് വരികയാണെങ്കിൽ KT ജലീൽ വീണ്ടും മത്സരിക്കുന്നത്, അതായത് അദ്ദേഹം 4ാം തവണയും മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അദ്ദേഹത്തിന്റെ ഇടക്കാലത്തുള്ള ചില നടപടികൾ, രാഷ്ട്രീയത്തിൽ വിരമിക്കാനുള്ള പ്രസ്താവന, ആദ്യം 3 വർഷം മണ്ഡലത്തിൽ സജീവമാകാത്ത, ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്നൊരു വിലയിരുത്തലാണ് UDFനുള്ളത്. കാലങ്ങളായി UDFിൽ നിന്ന് ജലീലിന് അനുകൂലമായി പോകുന്ന വോട്ടുകൾ അത് ഇത്തവണ പോകില്ല, VS ജോയിക്ക് വേണ്ടി തന്നെ നിൽക്കും എന്ന കണക്കൂട്ടലാണുള്ളത്. എങ്ങനെയാണെങ്കിലും ജലീലിന്റെ കണക്കൂട്ടൽ 5000-നും 8000-നും ഇടയിൽ ഒരു ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ്. പാർട്ടിയുടെ കണക്ക് 3000-ന് മുകളിലാണ്. മറുവശത്ത് VS ജോയി ആണെങ്കിൽ 3000-ഓളം വോട്ടുകൾക്ക് ജയിക്കാനാകുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് UDFനും ഉള്ളത്. അവിടെ UDFന്റെ വോട്ട് ബാങ്കിൽ നിന്ന് ജലീലിനെ വോട്ട് ചോർന്നില്ലെങ്കിൽ തീർച്ചയായും UDFന് അവിടെ വിജയം പ്രതീക്ഷിക്കുകയും ചെയ്യാം. മാത്രമല്ല അവിടെ BJP സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകളും നിർണായകമാകുമെന്ന് പറയേണ്ടതുണ്ട്. തിരൂരിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ കടന്നുവരവോടെയാണ് തിരൂരിലെ മത്സരരംഗം മാറിയത്. കുറുക്കോളി മൊയ്തീനെതിരെ വി അബ്ദുറഹ്മാൻ സാധ്യമായ എല്ലാ തരത്തിലും മികച്ച പ്രചരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. നാടിളക്കിയുള്ള പ്രചരണം എന്ന് പറയാം. UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ അനുകൂലമായിട്ടൊരു വോട്ട് ചോർച്ച തനിക്ക് അനുകൂലമായിട്ടുണ്ടാകും എന്നാണ് വി അബ്ദുറഹ്മാന്റെ കണക്കൂട്ടൽ. പാർട്ടി കണക്കിൽ അവിടെ മണ്ഡലത്തിൽ തിരൂരിൽ LDF പിന്നിലാണെങ്കിലും വി അബ്ദുറഹ്മാൻ ആത്മവിശ്വാസം UDFിൽ നിന്ന് വോട്ടുകൾ തനിക്ക് അനുകൂലമായിട്ട് ലഭിക്കുമെന്ന് തന്നെയാണ്. UDF അവിടെ 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കണക്കാക്കുമ്പോൾ വി അബ്ദുറഹ്മാൻ അവിടെ വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടി കണക്കിൽ 6000-ഓളം വോട്ടുകൾക്ക് പിന്നിലാണ് അവിടെ ഉള്ളത്. പക്ഷേ വി അബ്ദുറഹ്മാൻ സ്വന്തം നിലയിൽ ഈ വോട്ട് കണ്ടെത്തും, അത് LDFന് ഗുണം ചെയ്യുമെന്ന കണക്കൂട്ടലാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ളത്. എന്താണെങ്കിലും UDFന്റെ ഒരു തരംഗം ആഞ്ഞു വീശിയാലും ഈ 3 മണ്ഡലങ്ങളിൽ പിടിച്ചു നിൽക്കാനാകും എന്ന കണക്കൂട്ടലാണ് LDFനുള്ളത്. അതിൽ തന്നെ തിരൂരിലേത് വി അബ്ദുറഹ്മാന്റെ വ്യക്തിഗതമായ മികവിന്റെ അടയാളം കൂടിയായിരിക്കും ആ ഫലം. മലപ്പുറത്ത് നിന്നും CB അനുമോദ്, ന്യൂസ് 18. G. സുധാകരന്റെ പുതിയ നിലപാട് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാവുകയാണ്. തൂക്ക് സഭ പോലും പ്രവചിക്കപ്പെടുന്ന സാഹചര്യത്തിൽ സുധാകരന്റേത് വിലപേശൽ നീക്കമെന്ന സംശയവും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. താനിപ്പോഴും കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞ സുധാകരൻ കോൺഗ്രസിനോട് ബാധ്യതയില്ലെന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഞാൻ ആരോടും ചോദിക്കാതെ എൻ്റെ ഭാര്യയോടും മകനോടും മാത്രം ചോദിച്ചാണ് ഞാൻ പ്രഖ്യാപിച്ചത്. എൻ്റെ വീട്ടിൻ്റെ തളത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ച് അവിടെ വെച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ മത്സരിക്കുകയാണ്, ജനകീയ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്ന പറഞ്ഞു. ഒരു പാർട്ടിയായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല. 6 മാസം മുമ്പേ തുടങ്ങിയതാണ് ചർച്ച എന്നൊക്കെ ബഹുമാനായി പിണറായി സാഹു പറയുന്നു. ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഈ ആഭ്യന്തര വകുപ്പിന് കിട്ടുന്ന കള്ളക്കണക്കുകളായിരിക്കില്ല. നേരായ കണക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെയാണോ പറയുന്നത്? എന്ത് ചർച്ച? ഒരു ചർച്ചയുടെയും കാര്യമില്ല. മകനോടും ഭാര്യയോടും അല്ലാതെ ഞാൻ വേറെ ആരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും ആലോചിച്ചിട്ടില്ല, അയൽക്കാരോട് പോലും ആലോചിച്ചിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. എന്നാലും ഞാൻ ജയിക്കുമെന്ന് എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, വെറും സ്വതന്ത്രനായാലും. അപ്പോഴാണ് 10 ദിവസം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് എനിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചത്. പറഞ്ഞല്ലോ അദ്ദേഹം, ഞാൻ പിന്തുണയ്ക്ക് എഴുതി കൊടുത്തില്ല, അവരെന്നെ അടുത്ത് നിർബന്ധിച്ചില്ല, അവർ പ്രഖ്യാപിച്ചു. ഞാനത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അതൊരാശ്വാസമായി. അതിന് കോൺഗ്രസ് വലിയ സഹായം ചെയ്തു. അത് നന്ദിപൂർവ്വം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഞാൻ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർക്കറിയാം. ഞാൻ വേറൊരു പാർട്ടിയിലും ചേർന്നിട്ടില്ല, ചേർത്തുമില്ല.
എന്നെ ആരും പുറത്താക്കിയിട്ടില്ല, ഞാൻ രാജിവെച്ചിട്ടുമില്ല. എന്നാൽ ജി സുധാകരന് UDF അങ്ങോട്ട് പിന്തുണ നൽകുകയായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല. എല്ലാ പാർട്ടി പ്രവർത്തകരും സുധാകരന് വോട്ട് ചെയ്തു. MLA ആകാനല്ല, പ്രതിഷേധം അറിയിക്കാനാണ് സുധാകരൻ മത്സരിച്ചതെന്നും ചെന്നിത്തല പറഞ്ഞു. ജി സുധാകരന് MLA ആകുക എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. അദ്ദേഹം വർഷങ്ങളോളം MLA സ്ഥാനം കിട്ടാൻ അതിനു വേണ്ടി അങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരുന്ന ഒരാളൊന്നുമല്ല. അധ്വാനിക്കുന്ന പാർട്ടിയോടൊപ്പം കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട് ഞങ്ങളുടെയൊക്കെ മേഖലകളിലും പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതൊരു പ്രതിഷേധത്തിൻ്റെ സ്വരമാണ് ഉയർന്നു വന്നത്. PK ശശി, സുരേഷ്, തളിപ്പറമ്പിലെ ഗോവിന്ദൻ മാസ്റ്റർ അല്ലേ, PK ഗോവിന്ദൻ, TK ഗോവിന്ദൻ, ഐഷാപോറ്റി, ഇതൊക്കെ പ്രതിഷേധത്തിൻ്റെ ശബ്ദങ്ങളാണ്. അവിടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് EV ശ്രീധരൻ ഉയർത്തിപ്പിടിച്ച പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്ന് നമ്മളെ കാണിക്കുന്നത്. സംസ്ഥാനത്ത് ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും തൂക്കുസഭ പോലും ഉണ്ടായേക്കാമെന്ന പ്രവചനങ്ങൾക്കിടെയാണ് ജി സുധാകരൻ തൻ്റെ നിലപാട് ഇന്നലെ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും CPM ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റാണ് താൻ. പാർട്ടി അംഗത്വം രാജിവെച്ചിട്ടില്ല, പാർട്ടി പുറത്താക്കിയിട്ടുമല്ല. കോൺഗ്രസിനോട് പിന്തുണ തേടിപ്പോയതല്ല, കോൺഗ്രസ് ഇങ്ങോട്ട് വന്ന് പിന്തുണ നൽകുകയായിരുന്നു. അതിന് നന്ദിയുണ്ടെന്ന് പറഞ്ഞ സുധാകരൻ താൻ കോൺഗ്രസ് വരയ്ക്കുന്ന വൃത്തത്തിനുള്ളിൽ നിൽക്കില്ല എന്ന സൂചനയായി ഇന്നലത്തെ ഈ പ്രസ്താവനകളെ, പരാമർശങ്ങളെ കാണേണ്ടതുണ്ട്. മാത്രമല്ല കോൺഗ്രസ് പാർട്ടി ഓഫീസിലേക്ക് പോകാനോ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്, UDF സ്ഥാനാർത്ഥിയാണെന്ന് പറയാനോ സുധാകരൻ തയ്യാറായിരുന്നില്ല. ജനകീയ സ്വതന്ത്ര നിലപാട് അദ്ദേഹം പലപ്പോഴും സ്വീകരിച്ചത്. ഒരു തൂക്കുസഭയോ അല്ലെങ്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയോ ഒക്കെ വന്നാൽ എന്ത് നിലപാട് സുധാകരൻ സ്വീകരിക്കും? കോൺഗ്രസിന് അത്ര പെട്ടെന്ന് തന്നെ വരുതിയിലാക്കാൻ കഴിയില്ല എന്ന ഒരു വിലപേശ തന്ത്രമായി കൂടി സുധാകരൻ്റെ ഈ പ്രസ്താവനയെ കാണുന്നവരുണ്ട്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയാണ് ആയിരുന്നു സുധാകരൻ്റെ പരാമർശങ്ങളും പ്രസംഗവുമൊക്കെ. കോൺഗ്രസ് നൽകിയ പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി പറയുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിലും ജയിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ തനിക്ക് മണ്ഡലത്തിലുള്ള സ്വാധീനമാണ് അദ്ദേഹം പറഞ്ഞത്. വിജയം വിജയിച്ചു വന്നാൽ അത് കോൺഗ്രസിൻ്റെ മാത്രം ക്രെഡിറ്റ് ആയിരിക്കില്ല എന്ന കൃത്യമായ സന്ദേശം നൽകുകയാണ് സുധാകരൻ ചെയ്തത്. മറ്റൊരു കാര്യമുള്ളത്, പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അദ്ദേഹം വിമർശിക്കുമ്പോഴും ബഹുമാനപ്പെട്ട പിണറായി സഖാവ് എന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. CPM-മായി തെറ്റി നിൽക്കുമ്പോഴും പൂർണ്ണമായും പാർട്ടി തള്ളിപ്പറയാത്ത ഒരു നിലപാട് സുധാകരൻ ഇന്നലെയും സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുധാകരൻ ഇന്നത്തെ പ്രസംഗവും പരാമർശങ്ങളിലും മറ്റെന്തെങ്കിലും ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടോ എന്ന സംശയം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇതിനകം ഉയർന്നു വന്നിട്ടുണ്ട്. വാൽപ്പാറ അപകടത്തിൽ മരിച്ച ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. വാൽപ്പാറ അപകടത്തിൽ മരിച്ച സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചക തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം. ശമ്പള കമ്മീഷന് 14 സ്റ്റാഫുകളെ നിയമിക്കും. 12ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മന്ത്രിമാർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയാശംസകൾ നേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ആശംസ. 2ാം പിണറായി മന്ത്രിസഭയുടെ അവസാന യോഗം തെരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം ചൊവ്വാഴ്ച ചേരും. തുടർച്ചയായ ചട്ടലംഘനമാണ് B. അശോക് നടത്തുന്നതെന്ന് CPM നേതാവ് MV ജയരാജൻ. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പെരുമാറ്റച്ചട്ടമുണ്ട്. ആര് ഭരിക്കുന്നത് നോക്കി നിലപാട് സ്വീകരിക്കേണ്ടതില്ല. B. അശോക് 2013 അച്ചടക്ക നടപടി നേരിട്ടയാളാണെന്നും ജയരാജൻ പറഞ്ഞു. സിവിൽ സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ചും പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും വ്യക്തമായ ഒരു നിയമവും വ്യവസ്ഥയുമുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസ് റൂൾ 1968. ആ റൂളിൻ്റെ 5, 6, 7 വകുപ്പുകളുടെ ലംഘനമാണ് ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്നത് ആര് ഭരിക്കുന്നു എന്ന് നോക്കി നിലപാട് സ്വീകരിക്കേണ്ടതല്ല. 2013 ഇപ്പോൾ വിവാദ പുരുഷനായിട്ടുള്ള B. അശോക് അന്ന് അച്ചടക്ക നടപടിക്ക് വിധേയനായ ആളായിരുന്നു. അന്ന് UDF ആയിരുന്നു അധികാരത്തിൽ. അന്ന് ഒരച്ചടക്ക നടപടി മാത്രമല്ല,
ഒന്നിലേറെ അച്ചടക്ക നടപടികളുണ്ടായി. ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ജയിച്ചാൽ മൊട്ടയടിക്കും എന്ന വെല്ലുവിളിയിൽ നിന്ന് മലക്കം മറിഞ്ഞ് PV അൻവർ. റിയാസ് തോറ്റാൽ മൊട്ടയടിക്കാൻ പന്തയത്തിന് വിളിക്കുകയായിരുന്നുവെന്നാണ് വിശദീകരണം. ബൈറ്റ് ഇപ്പോഴും ഉണ്ടെന്ന് അൻവർ പറയും. ബെറ്റിൽ നിന്ന് യൂട്ടേൺ അടിക്കാൻ കാരണം എന്താ? ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയോ? ആരാ ബെറ്റിൽ നിന്ന് യൂട്ടേൺ അടിച്ചത്? ആരടിച്ചത്? മൊട്ടയടിച്ച് ബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്നായിരുന്നു പറഞ്ഞത്. അല്ല അത് നിങ്ങളെ വാർത്ത എടുത്ത് കേൾക്കൂ. ഞാൻ ബെറ്റിനെ എങ്ങോട്ടേക്കാ ക്ഷണിച്ചത്? ഞാൻ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് പ്രസ് ക്ലബിലേക്കാണ് ക്ഷണിച്ചല്ലേ. എന്തിനാണ്? അഗ്രിമെന്റ് എഴുതാൻ. ഞാൻ തോറ്റാൽ ഞാൻ മൊട്ടയടിക്കണം, അദ്ദേഹം തോറ്റാൽ അദ്ദേഹം മൊട്ടയടിക്കണം. ഞാനൊരു കമ്മലും കൂടെ ഇടാന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അല്ല അതൊന്നും എനിക്കറിയില്ല. കമ്മൽ ഞാൻ പുള്ളിക്ക് ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. പിന്മാറില്ലല്ലോ, ഞാനിപ്പോഴും അതിൽ തന്നെ. ഇനിയും സമയമുണ്ടല്ലോ. ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ ബെറ്റ് വെക്കുമ്പോൾ 10,000 ബെറ്റ് വെച്ചാൽ നിങ്ങൾ അത് കെട്ടിവെക്കാൻ തയ്യാറാവുണ്ട്. ഏകപക്ഷീയമായ ബെറ്റിനെന്താ എനിക്കത് തലക്ക് വല്ല വട്ടമുണ്ടോ? അങ്ങനെ മൊട്ടയടിക്കുകയാണെങ്കിൽ വല്ല ബാർബർ ഷോപ്പിൽ വല്ല ഒഴിവുണ്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ? വോട്ടെണ്ണലിന് കൂടുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ച തീരുമാനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലറിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായില്ല. കൗണ്ടിംഗ് സൂപ്പർവൈസർ കേന്ദ്ര സർക്കാർ ജീവനക്കാരനെങ്കിലും കൗണ്ടിംഗ് ഏജന്റ് സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ സന്തുലിത പാലിച്ചാണ് നിയമിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ബംഗാളിൽ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടരുകയാണ്. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തിലുമാണ് റീപോളിംഗ്. വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ട്രംപിന്റെ പ്രതികരണം. So they want to make a deal, but I'm not satisfied with it. So we'll see what happens. Iran wants to make a deal because they have no military left, essentially, and they want to make a deal, but I'm not satisfied with it. ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ ഉപരോധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം 45 കപ്പലുകളെ അമേരിക്കൻ സേന തടഞ്ഞു. US കോൺഗ്രസിൽ ഇറാൻ യുദ്ധം അവസാനിച്ചെന്ന് പറഞ്ഞ് ട്രംപ് കത്ത് നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലുള്ള ആശങ്കകൾ ഒഴിയുന്നില്ല. ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ച 2ാം ഘട്ട നിർദ്ദേശങ്ങളും നിലവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇറാൻ ആദ്യഘട്ട നിർദ്ദേശങ്ങൾ കഴിഞ്ഞയാഴ്ചയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നത്. ഇതിൽ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ഇറാന് വിട്ടുകൊടുക്കണം, അതുപോലെ US ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം അവസാനിപ്പിക്കണം, ഇറാന് മേൽ ഭാവിയിൽ ആക്രമണം ഉണ്ടാകരുത് എന്ന് ഉറപ്പു നൽകണം, അതുപോലെ ഇറാനുള്ള ആണവ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം. ഇവയെല്ലാമായിരുന്നു പ്രധാനമായിട്ടും നിർദ്ദേശങ്ങൾ. ഇവയിൽ അമേരിക്ക ദീർഘകാലം ഒരു തീരുമാനമെടുക്കാതെ അത് നീട്ടിക്കൊണ്ടുപോയിരുന്നു. ഈ ആഴ്ച മാത്രമാണ് അമേരിക്ക അത് തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ അടുത്ത ഘട്ട 2ാം ഘട്ട നിർദ്ദേശങ്ങൾ കൂടി മധ്യസ്ഥരായിട്ടുള്ള പാകിസ്ഥാൻ മുഖേന അമേരിക്കയ്ക്ക് കൈമാറുകയായിരുന്നു. പക്ഷേ ട്രംപ് ഇന്ന് ഉടൻ തന്നെ, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു നിർദ്ദേശങ്ങൾ കൈമാറിയത്, എന്നാൽ അതിന് പിന്നാലെ ഇന്ന് തന്നെ ട്രംപ് ആ നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രംപ് പറഞ്ഞത് ഇറാൻ ഒരു കരാറിനായി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തനിക്ക് അംഗീകരിക്കാനാകില്ല എന്നാണ് ട്രംപ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരേണ്ട കാര്യമല്ല. ഇത് പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നാൽ കാര്യങ്ങൾ വീണ്ടും 1-2 വർഷം കഴിയുമ്പോൾ അത് വഷളാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെടുന്നു. മുൻപ് പല നേതാക്കളും ഇത്തരത്തിൽ വിഷയം വളരെ മോശമായി കൈകാര്യം ചെയ്തതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായതെന്നും പശ്ചിമേഷ്യയിൽ പൂർണ്ണമായിട്ടും ഒരു സമാധാനം കൊണ്ടുവരാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നുമാണ് ട്രംപ് നിലവിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ട്രംപിന് US-നകത്ത് നിന്ന് തന്നെ നിരവധി പ്രതിസന്ധികൾ നേരിടുന്നതായിട്ടാണ് നിലവിലുള്ള റിപ്പോർട്ടുകൾ. US കോൺഗ്രസിൽ നിന്ന് ട്രംപിന് വളരെയധികം സമ്മർദ്ദമുണ്ട്. കാരണം വിയറ്റ്നാം യുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന ഒരു നിയമപ്രകാരം 60 ദിവസത്തിന് ശേഷം ഒരു രാജ്യത്തിന് നേരെയുള്ള സൈനിക നീക്കം
നീക്കങ്ങൾ പ്രസിഡന്റിന് തുടരണമെങ്കിൽ US കോൺഗ്രസിന്റെ അനുമതി വേണം. എന്നാൽ ട്രംപ് നിലവിൽ ഈ US കോൺഗ്രസിന് മുന്നിൽ ഇറാന് മേലുള്ള യുദ്ധവും സൈനിക നടപടികളും അവസാനിപ്പിച്ചതായിട്ടാണ് കത്ത് നൽകിയിട്ടുള്ളത്. പക്ഷേ പശ്ചിമേഷ്യയിൽ ഇപ്പോഴും 50,000-ലധികം US സൈനികരെയും 3 യുദ്ധവിമാനങ്ങളെയും 3 യുദ്ധക്കപ്പലുകളെയും നിരവധി യുദ്ധവിമാനങ്ങളെയും വിന്യസിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ സൂചനയല്ലേ എന്നാണ് ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത്. ട്രംപ് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് US കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടി തീർത്തും ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. അതുപോലെ തന്നെ ഇറാന് മേൽ നിലവിലൊരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അത് കാരണം ഈ സൈനിക നടപടി തുടങ്ങി ഈ 60 ദിവസത്തിനകം ഈ ഒരു കോൺഗ്രസിന്റെ അനുമതി വേണം എന്നുള്ള നിയമം ഇവിടെ പ്രാബല്യത്തിലാകില്ല എന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. പക്ഷേ US കോൺഗ്രസിനകത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ട്രംപിന് മേൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലവിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ തള്ളിക്കളഞ്ഞതിൽ ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ല. അതേസമയം ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം ഇപ്പോഴും ശക്തമായി തുടരുന്നതായിട്ടാണ് വിവരം. ഇന്ന് മാത്രം 9 പേർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീണ്ടും തീരുവ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്യൻ യൂണിയന് മേൽ 25% അധിക തീരുവ ചുമത്തുമെന്നാണ് പ്രഖ്യാപനം. യൂറോപ്പിൽ നിന്ന് US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് തീരുവ ബാധകമാവുക. അമേരിക്കയുമായി ഒപ്പിട്ട വ്യാപാര കരാർ പാലിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് പുതിയ തീരുമാനം. സിനിമയിലെ നഷ്ടക്കണക്കുമായി വീണ്ടും ഒരു നിർമ്മാതാവ് രംഗത്തെത്തി. 2 വർഷം മുൻപ് പുറത്തിറങ്ങിയ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയിലെ നടനും നിർമ്മാതാവുമായ സുബീഷ് സുബിയാണ് സാമ്പത്തിക നഷ്ടത്തെ തുടർന്ന് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്നത്. ചിത്രം റിലീസിനെത്തിച്ച് സഹായിക്കണമെന്നാണ് സുബീഷിന്റെ അഭ്യർത്ഥന. നമ്മളോടൊപ്പം സുബീഷ് സുധി ചേരുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ചേട്ടാ, ഒരു വൈകാരികമായ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മൾ കണ്ടത്. 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, DCP വിളിച്ചു, സംസാരിച്ചു, അങ്ങനെയൊക്കെ ആ പോസ്റ്റിലുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മൾ ഭാരത സർക്കാർ എന്ന് പറഞ്ഞ സിനിമ 2024 മാർച്ച് 8 ഇറങ്ങിയത്. അപ്പോൾ അത് നല്ല സിനിമയായിരുന്നു. ആ സമയത്ത് തിയേറ്ററുകളിൽ ഹിറ്റ് സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പിന്നെ റംസാനായിരുന്നു. അങ്ങനെ ആ സിനിമ നല്ല സിനിമ എന്ന നിലയിൽ നമുക്ക് തിയേറ്ററിൽ സക്സസ് ഇല്ലെങ്കിലും OTT കച്ചവടം നടക്കുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ബോംബെയിൽ പോയി കുറേ ഏജൻറ്റുമാർ പറ്റിച്ചു. പിന്നെ കുറേ നല്ല ആൾക്കാർ നമ്മൾ സഹായിച്ചു. പക്ഷേ അവർക്കൊന്നും ആ സിനിമ ഇതിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ കുറേ ശ്രമിച്ചു. പിന്നെ ഞാനിത് കടം വീട്ടാൻ വേണ്ടിയിട്ട് വേറെ പല വഴികൾ നോക്കി, ഒന്നും നടന്നില്ല. അപ്പം ഈ പൈസക്കാരോ ബുദ്ധിമുട്ടുകളും പിന്നെ വീടുകളിലൊക്കെ കയറി വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മാനസികമായി തകർന്നു. ഇനിയൊരു വഴിയില്ല എന്നുള്ള അവസ്ഥയിലാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി പറഞ്ഞ പോലെ ഈ സിനിമ ഇപ്പോൾ എല്ലാവരും പറയുന്നത് റിലീസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചാൽ നമ്മളെ, കാരണം നമുക്കിപ്പോൾ ഒരുപാട് ആൾക്കാർ പൈസ സഹായം QR കോഡ് അയക്കുന്നതെല്ലാം പറയും. പക്ഷേ അങ്ങനത്തെ ഒരു പൈസ കൊണ്ട് അവരോട് നമുക്ക് കടപ്പാട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് റിലീസ് ചെയ്ത് എന്തായാലും ഈ പടം സിനിമ കണ്ട് വിജയിപ്പിക്കും. അതെ 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 അതാണ് നമ്മളൊരു ആഗ്രഹം. ഇപ്പോൾ എന്തായിരുന്നു ആ സിനിമയ്ക്ക് സംഭവിച്ചത്? എന്താണ്? എനിക്ക് തോന്നുന്നു പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ് ആ സിനിമകൾക്കൊപ്പമാണ് ഇത് ഇറങ്ങിയത്. അപ്പോൾ വേണ്ട സ്വീകാര്യത കിട്ടിയില്ല അല്ലേ? കിട്ടിയില്ല. പിന്നെ നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരൻ ഒരു പിന്നെ നായകനാകുമ്പോൾ അത് ചില കോണുകളിൽ ഒരു അനിഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് ശേഷം എന്നെ ഇപ്പോൾ അങ്ങനെയല്ല, സിനിമയിൽ അഭിനയിക്കാൻ പോലും ആരും വിളിക്കില്ല. പിന്നെ നമ്മൾ വിളിച്ചാലും പോലും ആരും കുറേ ആൾക്കാർ ഫോൺ എടുക്കില്ല. പക്ഷേ ഇന്നലെ തൊട്ട് എനിക്ക് ഭയങ്കര ലിജുവായിട്ടും വിളിച്ചു. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇർഷാദൊക്കെ വിളിക്കുന്നുണ്ട്, ഡയറക്ടർ മുസ്തഫ, കുറേ ആൾക്കാർ എന്നെ വിളിച്ചു, മഞ്ജു പത്രോസ്, കുറേ ആൾക്കാർ എന്നെ വിളിച്ചു. കുറേ കോൾ എടുക്കാൻ പറ്റുന്നില്ല. ആരൊക്കെ കോളുണ്ട്. പിന്നെ ഞാനൊക്കെ കോൾ എടുക്കാൻ പേടിയാണ്. എന്ന് വെച്ചാൽ ഈ കടം കൊടുക്കാനുള്ള ഒരു നമ്പർ മാറ്റി പിടിക്കുമെന്ന് വെച്ചാൽ ഞാൻ കോൾ എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ സിനിമാ സമൂഹത്തിൽ തന്നെ കുറേ ആൾക്കാർ സഹായമായിട്ട് വരുന്നുണ്ട്. ഇത് സിനിമ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ സിനിമ റിലീസ് ചെയ്യണമെന്നില്ലേ ഒരാഗ്രഹം. ഞാനിപ്പോൾ അൻവർ റഷീദ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ അങ്ങോട്ട് സമീപിക്കുന്നുണ്ട്. അവരൊക്കെ അവരൊക്കെ ഒരു മനുഷ്യത്വമുള്ള ആൾക്കാരാണ്. അപ്പോൾ റിലീസ് ചെയ്തൊരു ക്യാമ്പയിൻ മൊത്തം ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരെ ഞാൻ അങ്ങോട്ട് സമീപിക്കുന്നുണ്ട്. സാമ്പത്തിക ബാധ്യതയായിട്ട് ഇപ്പോൾ എത്ര രൂപയാണ്? ഇപ്പോൾ എല്ലാം ഈ സിനിമയിലടക്കം ഞാനിതിൽ കുറേ പൈസ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടക്കം ഈ പറഞ്ഞ പൈസയാണ് ബാധ്യത. 3.5 കോടി എല്ലാം കൂടി പേഴ്സണൽ ബാധ്യത അടക്കം 4 കോടി രൂപയുടെ അടുത്ത് വരും. അങ്ങനെയാണ് ഈ ഒരു ആത്മഹത്യ ശ്രമമൊക്കെ നടത്തിയത്. പിന്നെ ഞാൻ ഭയങ്കര ജീവിതത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയില്ല മനുഷ്യന്മാരെ കൈപിടിച്ച ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്നെ വിളിക്കുന്ന കൂട്ടത്തിൽ പ്രൊഡക്ഷനിലെ ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചു. അപ്പോൾ ബാബുവേട്ടൻ പറയുന്നത് വെച്ചാൽ പിന്നെ കൊറോണ സമയത്ത് ഞാൻ കുറേ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സഹായിച്ചു. നമ്മുടെ പ്രൊഡക്ഷനിൽ ഭക്ഷണം കൊടുക്കുന്നു.
അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാം, എനിക്ക് ഇങ്ങനെ ഇതാക്കി തരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യന്മാരിലാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഈ പെട്ടുപോയ മനുഷ്യന്മാരെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒരു നല്ല കാലത്ത്. ഇപ്പോൾ എനിക്കങ്ങനെ പറ്റില്ല. അവരൊക്കെ നമ്മളെ സഹായിക്കുന്ന വലിയൊരു കാര്യമാണ്. എന്തായാലും ചിത്രം റിലീസ് ആകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. കൂടെ നിൽക്കണം, എല്ലാവരും കൂടെ നിന്ന് ഒരു ആൾക്കാരെ ഒരു പ്രീ ബുക്കിംഗ് ഒക്കെ നടത്തി ആൾക്കാരെ കയറ്റി കഴിഞ്ഞാൽ അതൊരു കേരളത്തിലെ ഒരു അതിജീവനത്തിൻ്റെ വേറൊരു സംഭവമായി മാറും. എന്നാലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ്. ചിത്രം റിലീസിന് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സുബീഷ് ഉള്ളത്. അപ്പം ഈ സിനിമ പ്രേക്ഷകർ ഒന്നും കൂടി കാണണം, സഹായിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി. ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് കിട്ടിയതോടെ എങ്ങോട്ട് പോകുമെന്നറിയാതെ പ്രതിസന്ധിയിലായി. 29 കുടുംബങ്ങൾ 24 മണിക്കൂറിനകം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ്. ഒഴിഞ്ഞു പോകാൻ മതിയായ സമയം നൽകിയിരുന്നുവെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇവിടെ 88 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാനുള്ള തീരുമാനം. ഒരു വഴിയില്ല. ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ വീടില്ലെന്ന് എഴുതി കൊടുത്തതിനും ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ല സാറേ. ഞങ്ങൾ എന്നാ ചെയ്യണം? ഞങ്ങളല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നിട്ട് നിങ്ങൾ വീട് ഇടിച്ചിടും, ഇല്ലെങ്കിൽ അകത്ത് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഒന്ന് വണ്ടിയും കൊണ്ടൊന്ന് ഇടുക്കി, അതേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു സഹായം തരാൻ ആളില്ല. എന്റെ തങ്കമ്മനെ, എനിക്ക് വീടും ഇല്ല, കാടും ഇല്ല, ഒന്നുമില്ല, കാട് നടക്കാൻ പറ്റില്ല. എന്റെ മക്കളും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് നിങ്ങൾ സഹായിക്കാമോനെ. ഞങ്ങൾ 70 വർഷമായിട്ട് ഇവിടെ തന്നെ കിടക്കുക. ഞങ്ങൾ ഒരു പട്ടയ സ്ഥലമില്ല, ഒരു ഇതുമില്ല, ഒരു വഴിയില്ലാതെ ഞങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇപ്പം പള്ളിക്കകത്താണ് കിടക്കണേ. ഇപ്പോൾ സ്ഥലമില്ല. ഞങ്ങൾ കൊച്ചു എല്ലാവരും ഇങ്ങനെ പുറമ്പ് ഗവൺമെൻറ് ആരും സഹായിച്ച് ഒരു ഇതും ചെയ്തില്ല. ഞാനിവിടെ ജനിച്ചു വളർന്ന ഒരാളാണ്. 46 വയസ്സായി എനിക്ക്. ഈ 46 വർഷം വരെ ഞാനിവിടെ താമസിക്കുന്ന ആളാണ്. എനിക്ക് അറിവ് അറിഞ്ഞ നാൾ മുതൽ ഈ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നതാണ്. എൻ്റെ കെട്ടിയവനാണെങ്കിൽ ഇപ്പം ഓപ്പറേഷൻ ചെയ്ത് ആഞ്ചു ചെയ്ത് ഇപ്പം 5 ലക്ഷം രൂപ കടവും കൂടുതലാണ്. അതിനേക്കാളും കിടക്കാനൊരു കിടപ്പടവുമില്ല, പോകാനൊരു വഴിയുമില്ല. എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. സാർമാർ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾ എന്ത് ചെയ്യും? പൂപ്പാറയിലെ 29 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പന്നിയാർപ്പുഴയോട് ചേർന്ന് താമസിക്കുന്നവരാണ് ഇവർ. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്താണ് 24 മണിക്കൂറിനുള്ളിൽ ഇവിടം ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുൻപ് പൂപ്പാറ ടൗണിൽ പന്നിയാർപ്പുഴയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു നീക്കണമെന്ന് നടപടികൾ ആരംഭിക്കുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് 88 വ്യാപാര സ്ഥാപനങ്ങളാണ് ഒഴിപ്പിച്ചത്. ഇതോടൊപ്പം ഇവിടെ കുടുംബമായി താമസിച്ചിരുന്നവരോട് താൽക്കാലികമായി ഇവിടെ തുടരാൻ നിർദ്ദേശിച്ചിരുന്നു. അങ്ങനെ ഇവിടെ താമസിക്കുന്നവരെയാണ് നിലവിൽ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണക്കാരാണ് ഇവർ. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്നവരാണ്. പെട്ടെന്ന് ഇത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രായമായവരെയും കുട്ടികളെയും കൊണ്ട് എവിടേക്ക് പോകണമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുൻപ് ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് മേഖലയിലെ 88 വ്യാപാര സ്ഥാപനങ്ങൾ ഒഴിപ്പിച്ചപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാരികളെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അറിയിച്ചിരുന്നു. അതിനുള്ള സ്ഥലവും ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് നാളിതുവരെയായിട്ടും യാതൊരു നടപടികളും ഉണ്ടായില്ല. മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഒഴിപ്പിച്ച് നിരവധി ആളുകളുടെ ഉപജീവന മാർഗം, വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും എല്ലാം ഉപജീവന മാർഗം ഇല്ലാതാക്കിയതല്ലാതെ യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല. അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ കുടുംബങ്ങളെയും മറ്റു മാർഗങ്ങളൊന്നും കാണാതെ ഒഴിപ്പിക്കുന്നത് വലിയ പ്രതിഷേധത്തിനിടയായിട്ടുണ്ട്. വലിയ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. പ്രത്യേകിച്ചും ദേശീയപാതയിലടക്കം പാ വിരിച്ചുകൊണ്ട് കിടന്നുകൊണ്ടുള്ള സമരമുറയിലേക്ക് നീങ്ങുമെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രതിഷേധത്തിലാണ് പൂപ്പാറ സാക്ഷ്യം വഹിക്കുന്നത്. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, News 18. തിരുവനന്തപുരത്ത് വ്യത്യസ്തമായ ഒരു ചിത്ര പ്രദർശനം നടക്കുകയാണ്. വിവിധ മേഖലകളിൽ ശ്രദ്ധ പതിപ്പിച്ച 8 സ്ത്രീകളുടെ രചനകളാണ് നിറമേഘങ്ങൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രദർശനത്തിൽ ഉള്ളത്. ചിത്രകാരികൾ, ജീവിത വഴിയിൽ 8 ദിക്കിൽ സഞ്ചരിച്ചവർ. ഔദ്യോഗിക ജീവിതം കഴിഞ്ഞാൽ വിശ്രമിക്കേണ്ടതല്ലേ എന്ന പതിവ് ചോദ്യത്തിനുള്ള അവരുടെ മറുപടിയാണ് ഈ കാണുന്നത്. മനസ്സിലെ നിറക്കൂട്ടുകൾ ഒന്നിച്ച് നമുക്ക് കാഴ്ചയ്ക്ക് വച്ചിരിക്കുകയാണിവിടെ, തിരുവനന്തപുരം വഞ്ചിയൂർ മോവ ആർട്ട് ഗാലറിയിൽ. സെലീന ഹരിദാസ്, ഡോക്ടർ മായ സുബ്രഹ്മണി,
ദീപ്തി വിനോദ്, രാഖി വിശ്വനാഥ്, പൊന്നമ്പിളി, ശ്രീലത വിജയകുമാർ, ശശികല PM, ശ്രീദേവി ഹരിലാൽ ഇവരാണ് ആ 8 പേർ. ചിത്രകലാലോകത്ത് കേരളത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ BD ദത്തന്റെ ശിഷ്യയാണ് സെലീന. സിഡാക്കിലായിരുന്നു ജോലി. കുട്ടിക്കാലത്തെ ഓർമ്മകൾ വിരമിക്കലിന് ശേഷം ചികഞ്ഞെടുത്തു. വരച്ചു തുടങ്ങി. സ്ത്രീ മുന്നേറ്റം പ്രമേയമായ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. ചിത്രങ്ങൾ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴേ അതിൻ്റെ ഗുണവും ദോഷങ്ങളും അല്ലെങ്കിൽ ഭംഗിയും ഒക്കെ നമുക്ക് കാണണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ പ്രദർശനം ഉണ്ടെന്ന് അറിഞ്ഞാലും എനിക്ക് പോകാൻ പറ്റുന്ന അവസരമാണെങ്കിൽ ഞാൻ പോയി കാണാറുണ്ട്. സ്ത്രീകൾ മാത്രമുള്ള ഒരു ചിത്ര പ്രദർശനമായതുകൊണ്ട് ഞാനൊരു സ്ത്രീയെയും ഒരു ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കുതിരയുടെ ഫേസ് വരച്ചതാണ്. മറ്റൊരാൾ ശാസ്ത്രജ്ഞയാണ് ഡോക്ടർ മായ സുബ്രഹ്മണി. പ്രകൃതിയും പക്ഷികളുമാണ് മായയുടെ ചിത്രങ്ങളിലെ പ്രമേയം. മറൈൻ സയൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മായയുടെ ചിത്രങ്ങളിൽ ആവോളം കടലുമുണ്ട്. ഇരു കൈകളിലും താമരപ്പൂക്കളേന്തിയ യേശുക്രിസ്തുവിന്റെ ചിത്രമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. സിൻസ് എൻ്റെ ഈ വിഷയം എന്ന് പറയുന്നത് മറൈൻ ബയോളജിയാണ്. ഐ എം ഓൾവേസ് ഈ സീ കടലും പിന്നെ നേച്ചറും ഇതുമായിട്ടൊക്കെയാണ് എപ്പോഴും ഞാൻ ഇടപഴകുന്നത്. അപ്പോൾ ആ സമയത്തിൽ ഈ പിക്ചേഴ്സ് ഇത് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. സോ ആ കണ്ട ചിത്രങ്ങളും എല്ലാം എൻ്റെ ഈ ചിത്രരചനയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ചലച്ചിത്ര പ്രവർത്തക കൂടിയായ രാഖി വിശ്വനാഥിന്റെ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട്. ഫ്ലൂയിഡ് ആർട്ടാണ് രാഖിയുടെ സ്പെഷ്യലൈസേഷൻ. നാനാത്വത്തിൽ ഏകത്വമെന്ന ഇന്ത്യയുടെ സവിശേഷ സങ്കല്പവും അവർ ക്യാൻവാസിലേക്ക് നിറങ്ങളായി പകരുന്നു. ഒരു ലേഡി വളരെ ഫ്രഷായിട്ട് അവരുടെ ഒരു സോളിറ്റ്യൂഡിലിരിക്കുന്നു. അതാണ് ഞാൻ ഈ മൂണിൻ്റെ ഒരു നേച്ചറിൻ്റെ ഒരു ഇതും ഒരു ഗ്രീനറിയിൽ എന്നാൽ സെയിം ടൈം ഡാർക്ക്നെസ്സിൽ അവർ തന്നെ സോളിറ്റ്യൂഡിലിരിക്കുന്നു. ഇത് ബുള്ളാണ്. ഇതൊരു സ്പിരിച്വൽ ഇതിൽ നിൽക്കുന്ന ഒരു ട്രഡീഷനും ഒരു സ്പിരിച്വാലിറ്റിയും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഞാൻ ചെയ്ത ഒരു ഇതാണ്. ഇങ്ങനെ പല പല നിറങ്ങളിൽ ആകാശത്തുകൂടി ഓരോ കാലങ്ങളിൽ കടന്നു പോകുന്ന മേഘങ്ങളെ പോലെയാണ് ഇവിടെയുള്ള ഓരോ ചിത്രങ്ങളും. നിറമേഘങ്ങൾ എന്ന ശീർഷകത്തെ അന്വർത്ഥമാക്കുന്ന വിധം സ്ത്രീ മുന്നേറ്റത്തിന്റെ നിറപ്പകിട്ടും സന്ദേശവുമാണ് ഓരോ ചിത്രവും എന്നതിൽ സംശയമില്ല. മോവാട്സ് ഗാലറിയിലെ ശ്യാം ഗോപാൽ ആചാര്യാണ് പ്രദർശനം ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. കൊണ്ടുവരികയാണ് ഈ 8 വനിതാ കലാകാരികൾ നിറമേഘങ്ങൾ എന്ന ഈ ചിത്ര പ്രദർശനത്തിലൂടെ. ക്യാമറാമാൻ അരുണിനോടൊപ്പം നന്ദിത PM, ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,835, പവന് 1,10,10,680. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,425, പവന് 91,400. വെള്ളി ഗ്രാമിന് 265, കിലോയ്ക്ക് 2,65,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.